തൊഴിൽ നൈപുണ്യത്തിൽ ഇന്ത്യയെ ആഗോളതലത്തിൽ മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. എന്നാൽ സാമ്പത്തിക ക്രമക്കേടുകളും പിടിപ്പുകേടുകളും കാരണം പദ്ധതി അമ്പേ പരാജയപ്പെട്ടുവെന്ന് കണ്ടെത്തിയത് മറ്റാരുമല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യയാണ്. 2015 തുടങ്ങിയ ഈ പദ്ധതിയുടെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് ചെലവിട്ടത് 14,000 കോടി രൂപയാണ്. ആസൂത്രണ പാളിച്ചകൾ, നിരീക്ഷണ പരാജയം, സാമ്പത്തിക ക്രമക്കേടുകൾ എന്ന് തുടങ്ങി സമീപകാലത്ത് ഒരു സർക്കാർ പദ്ധതിക്കും കേൾക്കേണ്ടി വരാത്തത്രയും ചീത്തപ്പേരുകളാണ് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിക്ക് കേൾക്കേണ്ടി വരുന്നത്. സർക്കാരിനെ എതിർക്കുന്ന പ്രതിപക്ഷമോ സിവിൽ സൊസൈറ്റി സംഘടനകളോ അല്ല ഇത് ചൂണ്ടിക്കാട്ടുന്നത്, മറിച്ച് പബ്ലിക് ഫണ്ടിൻ്റെ കാവൽ നായ എന്നറിയപ്പെടുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ റിപ്പോർട്ടാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CAG പാർലമെൻറ്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് അതിഭീകരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കാരണം പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. BJP സർക്കാരിൻ്റെ സ്കിൽ ഇന്ത്യ മിഷൻ എന്ന വിപുലമായ പദ്ധതിയുടെ ഭാഗമായി 2015 ആരംഭിച്ച ദേശീയ നൈപുണ്യ വികസന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഇന്ത്യയിലെ തൊഴിൽ രഹിതരും അർദ്ധ തൊഴിൽ രഹിതരുമായ യുവാക്കൾക്ക് വ്യവസായ ആവശ്യങ്ങൾക്കനുസൃതമായ ഹ്രസ്വകാല തൊഴിൽ പരിശീലനങ്ങൾ നൽകുക, അത്തരക്കാരെ തൊഴിൽ വിപണിയുമായി ബന്ധിപ്പിക്കുക എന്നിവയായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. പദ്ധതി പ്രാവർത്തികമാക്കാനായി സർക്കാർ സ്വകാര്യ പങ്കാളിത്തമുള്ള നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. 2015 മുതൽ 2022 വരെയുള്ള കാലയളവിൽ പദ്ധതിക്കായി 3 ഘട്ടങ്ങളിൽ 14,000 കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാർ ചെലവഴിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. സ്കിൽ ഡെവലപ്മെൻറ്റ് മന്ത്രാലയത്തിൽ നിന്ന് ചിലവഴിക്കപ്പെട്ട ഈ തുകയുടെ കണക്കുകൾ പരിശോധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിൻ്റെ റിപ്പോർട്ട് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 6 ചാപ്റ്ററുകളുള്ള റിപ്പോർട്ടിൻ്റെ 2, 3, 4, 5 ചാപ്റ്ററുകളിലാണ് പദ്ധതിയുടെ പ്രവർത്തനത്തിലെ ഗുരുതര വീഴ്ചകളും സാമ്പത്തിക ക്രമക്കേടുകളും അക്കമിട്ട് വിശദീകരിക്കുന്നത്. അസം, ബീഹാർ, കേരള, മഹാരാഷ്ട്ര, ഒഡീഷ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന 90 പരിശീലന കേന്ദ്രങ്ങൾ സന്ദർശിച്ചും ഇവിടെ പരിശീലനം നേടിയ 1045 ആളുകളുമായി സംസാരിച്ചുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. റിപ്പോർട്ടിലെ 2ാം ചാപ്റ്ററിലെ 2.1 ചാർട്ട് ഒന്ന് പരിശോധിക്കാം. 2017-22 കാലയളവിൽ ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലുള്ള സ്കിൽ ഡിമാൻഡിനെയും ഏറ്റവും തൊഴിൽ സാധ്യതയുണ്ടായിരുന്ന പ്രസ്തുത സെക്ടറുകളിലേക്ക് പദ്ധതിയുടെ കീഴിൽ നൽകിയ തൊഴിൽ പരിശീലന തോതിനെയുമാണ് ഈ ചാർട്ട് വിശദീകരിക്കുന്നത്. ചാർട്ടിൽ കാണുന്നത് പ്രകാരം ഏറ്റവും കൂടുതൽ സ്കിൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന മേഖല കൺസ്ട്രക്ഷൻ ആയിരുന്നു. 30% സ്കിൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന മേഖലയിലാവട്ടെ വെറും 3.21% പരിശീലനം നൽകാനേ പദ്ധതിക്ക് സാധിച്ചിട്ടുള്ളൂ. ലോജിസ്റ്റിക്സ്, ബ്യൂട്ടി ആൻഡ് വെൽനസ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയവയായിരുന്നു തൊട്ടുപിറകെ ഏറ്റവും സ്കിൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന മറ്റു മേഖലകൾ. ഈ മേഖലകളിലൊന്നും വേണ്ട വിധത്തിലുള്ള പരിശീലനം നൽകിയിട്ടില്ലാത്ത കാഴ്ച. ഇനി ഏറ്റവും കൂടുതൽ പരിശീലനം നൽകിയ റീറ്റെയിൽ, ഇലക്ട്രോണിക്സ്, അപ്പാരൽ അഥവാ വസ്ത്രനിർമ്മാണം തുടങ്ങിയ മേഖലകളിലാവട്ടെ സ്കിൽ ഡിമാൻഡ് നൽകിയ പരിശീലനത്തിൻ്റെ നേർപകുതിയായി നിൽക്കുന്ന കാഴ്ച. ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾക്ക് വെറും 4% മാത്രമേ സ്കിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പ്രസ്തുത മേഖലയിൽ നൽകിയ പരിശീലനത്തിൻ്റെ തോത് 16%. ഫലത്തിൽ ആകെ തൊഴിൽ സാധ്യതയുടെ 60% ഉണ്ടായിരുന്ന മേഖലകളിൽ നൽകിയ പരിശീലനം വെറും 20% മാത്രം. ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന മേഖലകളെ അവഗണിച്ചു മറ്റേതൊക്കെയോ ഫലം കുറഞ്ഞ തൊഴിൽ പരിശീലനങ്ങൾ നൽകിയെന്ന് ചുരുക്കം. ഇനി പരിശീലനം നേടാൻ പ്രവേശനം നേടിയവരുടെയും പരിശീലനം നൽകിയവരുടെയും പേര് വിവരങ്ങൾ നോക്കിയാൽ അവിടെയുമുണ്ട് പ്രശ്നങ്ങൾ. 1507 ബാച്ചുകൾക്ക് പരിശീലനം നൽകിയ പരിശീലകൻ്റെ പേര് പോലും രേഖകളിലില്ല. 2,30,758 ബാച്ചുകളുടെ പരിശീലകൻ്റെ ID എവിടെയും കാണാനില്ല. മൊബൈൽ നമ്പറുകളാവട്ടെ ചിലത് 9 അക്കം മാത്രമുള്ളവ, ചിലത് 1 മുതൽ 5 വരെ വെറുതെ അടിച്ചിട്ടിരിക്കുന്നുവെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. പറഞ്ഞു വരുമ്പോൾ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ആരാണ് പരിശീലനം നൽകിയെന്നതിനെക്കുറിച്ചുള്ള വിശ്വസനീയമായ ഒരു രേഖ പോലും അധികൃതരുടെ കയ്യിലില്ല. അങ്ങനെയാവുമ്പോൾ പരിശീലനമോ പരിശീലകനോ ഇല്ലാതെ ലക്ഷക്കണക്കിന് രൂപ ആരുടെയൊക്കെയോ കീശയിലെത്തിയെന്ന് ചുരുക്കം. പരിശീലനം നേടിയവരുടെ കാര്യങ്ങളിലേക്കും കണക്കുകളിലേക്കും വരാമിനി. പദ്ധതിക്ക് കീഴിൽ പ്രവേശനം നേടുന്നവർക്കെല്ലാം സാധുവായ ബാങ്ക് അക്കൗണ്ട് വേണമെന്നായിരുന്നു ചട്ടം. പ്രവേശനം നേടുമ്പോൾ ഈ വിവരങ്ങൾ പോർട്ടലിൽ ചേർക്കേണ്ടതുണ്ട്.
പദ്ധതി പ്രകാരം പ്രവേശനം നേടുന്നവർക്ക് 500 രൂപ അക്കൗണ്ടിൽ ലഭിക്കുകയും ചെയ്യുമായിരുന്നു. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ 2-3 ഘട്ടങ്ങളിൽ ആകെ പ്രവേശനം നേടിയത് 95,90,801 പേരാണ്. ഇതിൽ 90,66,264 പേരുടെയും ബാങ്ക് ഡീറ്റെയിൽസ് രേഖകളിൽ കാണാനില്ല. ബാക്കിയുള്ള 5,24,537 പേരിൽ 52,381 പേർക്കും ഒരേ ബാങ്ക് അക്കൗണ്ട്. ബാങ്കിൻ്റെ പേരിലോ ബ്രാഞ്ച് അഡ്രസ്സിലോ എന്തിന് അക്കൗണ്ട് നമ്പറിൽ പോലും വ്യത്യാസമില്ല. ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന് CGI റിപ്പോർട്ട് തന്നെ തുറന്നു കാണിക്കുന്നു. 108 പേജ് മാത്രമുള്ള റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുമ്പോൾ ഇനിയും ഒരുപാട് വീഴ്ചകളും കൃത്രിമവും അഴിമതിയും കണ്ണിലുടക്കും. പരിശീലന കേന്ദ്രത്തിൻ്റെ പേരും വിവരങ്ങളും പോർട്ടലിലുണ്ടെങ്കിലും ചെന്ന് നോക്കുമ്പോൾ ആളും അനക്കവുമില്ലാത്ത കെട്ടിടങ്ങൾ കണ്ടെത്തിയ ചിത്രങ്ങൾ. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും ഒരേ വിദ്യാർത്ഥികൾ പരിശീലനം നേടിയ ചിത്രങ്ങൾ. പല ബാച്ചുകളിലായി പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ സാക്ഷ്യപത്രത്തിലെ എഴുത്തും എന്തിന് ഒപ്പുപോലും ഒരുപോലെ ഇരിക്കുന്ന ചിത്രങ്ങൾ. വ്യത്യസ്ത ബാച്ച് നമ്പറുകളിൽ ഒരേ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ എന്നിങ്ങനെ വ്യാജരേഖകളുടെയും അഴിമതിയുടെയും അനാസ്ഥയുടെയും നേർചിത്രമായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. പദ്ധതി വാഗ്ദാനം ചെയ്തിരുന്ന തൊഴിലും ഭാവിയും ഇപ്പോൾ കാണാനില്ല. മുടക്കിയ 14,000 കോടി രൂപ വെള്ളത്തിൽ വരച്ചതുപോലെ രേഖകളിൽ കാണാൻ പോലും ഇല്ലാത്ത സാഹചര്യം. ആസൂത്രണത്തിലെ അനാസ്ഥ, പ്രവർത്തന രീതികളിലെ അലംഭാവം, സാമ്പത്തിക നിയന്ത്രണത്തിലെ വീഴ്ച, കൂടെ ഗുരുതരമായ അഴിമതി എന്നിവയെല്ലാം ചേർന്ന ഭീകരമായ പരാജയമായിരിക്കുകയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. കേവലം ഒരു പദ്ധതിയുടെ പരാജയമായല്ല CAG റിപ്പോർട്ട് വായിക്കപ്പെടേണ്ടത്, മറിച്ച് ഒട്ടും കാര്യക്ഷമതയും സൂക്ഷ്മതയും പ്രതിബദ്ധതയുമില്ലാത്ത മോശം ഭരണനിർവഹണത്തിൻ്റെ നേർചിത്രമായാണ്.